കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. ലോകത്ത്, അതായത് ഇക്കാണായ ഭൂമിയിൽ ഒരിടത്തും ഇതുവരെ കാണാൻ കഴിയാത്ത മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. ആർക്കു വേണ്ടി? ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട, ചവിട്ടി നിന്ന ഭൂമി അത്രയും ഒരൊറ്റ രാത്രി കൊണ്ട് എടുത്തെറിയപ്പെട്ട പോലെ കുത്തിയൊഴുകി ചാലിയാറിലേക്ക് പതിച്ചവരിൽ അവശേഷിച്ച ജീവനുകൾക്ക് പുതുജീവൻ പകരാൻ ഇടത് സർക്കാർ കൊണ്ടുവന്ന സമാനതകളില്ലാത്ത പദ്ധതി. അതിന് നെടുനായകത്വം വഹിച്ച ഒരാളെ 2-3 ദിവസമായി വിളിക്കുന്നതാണ് കൂലിപ്പണിക്കാരൻ, വാർക്കപ്പണിക്കാരൻ രാജൻ എന്ന്. വയനാടുകാരുടെ ഉള്ളറിഞ്ഞ മന്ത്രിയെ ഇങ്ങനെ വിളിപ്പിച്ചത് ആരാണ്? സംശയത്തിനിട നൽകാതെ പറയാൻ കഴിയും, കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിളിക്ക് പിന്നിലെന്ന്. നിശിതമായ മാധ്യമ വിമർശന വേദിയായ ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. റോബിൻ മാത്യു മറ്റത്തിൽ എന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ് ഇപ്പണി ഏറ്റുപിടിച്ചത്. ഏത് പണി? ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടത്ര ജോലിക്കാരില്ല, വീടുകളിൽ വിള്ളൽ, ചോർച്ച തുടങ്ങി ദാ ഇപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന പ്രതീതി സൃഷ്ടിച്ചത് റോബിൻ മാത്യു ആണ്. പഴയ KSU നേതാവെന്ന പ്യൂപ്പയിൽ നിന്ന് പുറത്തു കടക്കാനാകാത്ത വിധം ചുരുങ്ങിപ്പോയൊരു ചെറുജീവി മാത്രമായ ആ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ് ഇപ്പറഞ്ഞ പ്രൊപ്പഗണ്ടയുടെ ഉപജ്ഞാതാവ്. മീഡിയ വണ്ണും റിപ്പോർട്ടർ TVയും മനോരമ ന്യൂസും എന്ന് വേണ്ട, മിക്കവരും അത് ഏറ്റെടുത്തു, തങ്ങളാലാവും വിധം പൊലിപ്പിച്ചു. എനിക്ക് നേരിട്ടറിയാവുന്ന 2 മാധ്യമപ്രവർത്തകർ ഇപ്പണിക്ക് നിന്നു കൊടുത്തിട്ടില്ല. ഒരാൾ ബിഗ് TV റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്ത്, രണ്ടാമത്തെയാൾ കമൽ മംഗലശ്ശേരി. ന്യൂസ് മലയാളവും വിവാദ വാർത്താ നിർമ്മിതിയിൽ പങ്കാളിയായില്ല. 3 പേരോടും ന്യൂസ് ലാബ് നന്ദി അറിയിക്കുന്നു. ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തെ നിലനിർത്താൻ ശ്രമിച്ചതിനും അത് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കാണിച്ച ആർജവത്തിനും അഭിനന്ദനങ്ങൾ. ടൗൺഷിപ്പും പുനരധിവാസവും വലിയ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് 2-3 വീടുകൾക്ക് വിള്ളലുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ്. യഥാർത്ഥത്തിൽ നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ കമ്പനിയുടെ അധികൃതർ ഈ വീടുകളുടെ ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായി വീടുകളുടെ ടെറസിൽ വെള്ളം നിർത്തി പരിശോധന നടത്തിയപ്പോഴാണ് 2-3 വീടുകളിൽ വെള്ളം ചെറുതായി കിനിയുന്നതായി കണ്ടെത്തിയത്. മന്ത്രിയെക്കുറിച്ചും മന്ത്രി പറഞ്ഞതിനെക്കുറിച്ചും വിശദമാക്കും മുമ്പ് കൂലിപ്പണിക്കാരൻ വിളിയിലേക്ക് നയിച്ച വാർത്തകളൊന്ന് കണ്ടുവരാം. 178-ലെ 87-ാം നമ്പർ വീടാണ്. ഇതിപ്പോൾ എന്താ ചുമര് ഇങ്ങനെ ആക്കിയിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? റോബിൻ മാത്യുവിൻ്റെ മൂത്ത വേർഷനായ പുതുപ്പള്ളിയുടെ സ്വന്തം ചാണ്ടിയുമ്മനാണ് മന്ത്രി K രാജനെ പരസ്യമായി അപമാനിച്ചത്. കല്ലിട്ട് മുന്നേറുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടുശീലിച്ച മകൻ അപ്പയെ അനുകരിച്ച് മുടി ചീകാതെ കിട്ടാവുന്ന വേദികളിലൊക്കെയും നാടകം കളിക്കുന്ന ചാണ്ടിയുമ്മനാണല്ലോ ഇപ്പറഞ്ഞത് എന്നോർക്കുമ്പോൾ എന്തെങ്കിലും അത്ഭുതം തോന്നേണ്ടതുണ്ടോ? ഇല്ലെന്നാണ് ന്യൂസ് ലാബിന്റെ പക്ഷം. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ചാണ്ടി ഉമ്മനിൽ തുടങ്ങി പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോൺഗ്രസ് സൈബർ ടീം നടത്തിയ പരിഹാസം അതിര് കടന്നപ്പോഴാണ് നേരിട്ട് മറുപടി പറയാതെ രക്ഷയില്ലെന്ന നിലയിൽ മന്ത്രി K രാജൻ എത്തിയത്. അരമണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ കൂലിപ്പണിക്കാരൻ, വാർക്കപ്പണിക്കാരൻ എന്നിവയ്ക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി കൊടുത്തു. തൊഴിലാളി വർഗബോധം ഉള്ളിലുള്ള ഏതു മനുഷ്യനും അഭിമാനം തോന്നുന്ന ഒന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിലിരുന്ന് പറയാം, തനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. 5 വർഷം പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ മുതലാളി രാജൻ എന്ന വിളി കേട്ടില്ലല്ലോ. ഒടുവിലത്തെ വാക്കുകൾ വലതുപക്ഷത്തെ പൊള്ളിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു എന്നതിൽ സംശയമില്ല. കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല.
PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കൂലിപ്പണിക്കാരൻ രാജൻ, വാർക്കപ്പണിക്കാരൻ രാജൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾക്ക് ഒരു മന്ത്രിയെ വിട്ടുകൊടുത്തതിന് പിന്നിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. വർഗബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ എന്ന നിലയ്ക്ക് മാത്രമേ 90% മാധ്യമ പ്രവർത്തകരെയും വിലയിരുത്താൻ കഴിയൂ. ആദ്യത്തെ പ്രശ്നം തന്നെ, മാധ്യമ പ്രവർത്തനം എന്നത് തൊഴിലാണോ, വർഗപരമായി കാണേണ്ടുന്ന ഒന്നാണോ എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പ്രധാന വിഷയം മന്ത്രിയെ വിഷം തിണ്ടിക്കാനും വിധം വിശപ്പല്ലുള്ള മാധ്യമ പ്രവർത്തകർ കൂലിപ്പണിക്കാർ എന്നതിനെ ഏത് നിലയ്ക്കാണ് കാണുന്നത് എന്നതാണ്. തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്ന വിമോചന സമരകാല മുദ്രാവാക്യം ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ റോബിൻ മാത്യുവിൻ്റെ വായിൽ നിന്ന് തെറിച്ചു വീണാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവന്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബർ ഇടത്തിൽ ആക്രമണം പാടുമോ? മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റെതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവന്റെ മുണ്ട് മുറുക്കി ഉടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. മന്ത്രി എന്തിനാണ് പൊക്കത്തിൽ കയറി എന്ന് പരിശോധിച്ചത്? മന്ത്രി എങ്ങനെ എഞ്ചിനീയർ ആകും? എഞ്ചിനീയർമാർ പറയുന്നത് കേട്ട് മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ പോരായിരുന്നോ തുടങ്ങി എല്ലാത്തരം ചോദ്യങ്ങൾക്ക് കെ രാജന്റെ പക്കൽ മറുപടിയുണ്ട്. അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് പരിശോധിക്കുന്നവരല്ല തങ്ങളെന്നായിരുന്നു ആ ഇരുത്തം വന്ന മറുപടി. ആരെയും ഇരുത്താൻ പോകും വിധമുള്ള മറുപടി. ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ ബുള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. മറ്റൊരു മാധ്യമ ദുരന്തം കൂടി മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. ദുരന്ത നാളുകളിൽ നാടൊന്നാകെ അവിടേക്ക് കണ്ണയച്ചു നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇനിയുള്ള സമയത്തേക്കുള്ള ഭക്ഷണം അത്രയും തങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഓരോ മണിക്കൂറിലും പരിശോധിക്കാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അവിടെയാണ് മാധ്യമങ്ങൾ പൂപ്പൽ നിറഞ്ഞ ബ്രെഡ് കഥ മെനഞ്ഞെടുത്തത്. കേരളം മറന്നു തുടങ്ങിയ, പൂപ്പൽ പിടിച്ചു തുടങ്ങിയൊരു കഥ കൂടി മന്ത്രി പൊതുസമക്ഷം അവതരിപ്പിച്ചു. ഇതുവരെ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമല്ലേ ചൂരൽമല. ജൂലൈ 30 വൈകുന്നേരം ഞാൻ ഇരിക്കുമ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഞങ്ങൾ ഇനിയുള്ള ദിവസം തീരും വരെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മേപ്പാടി പോളിടെക്നിക്ക് അതിനുള്ള സ്ഥലമായി ഞങ്ങൾ കൊടുത്തു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ മണിക്കൂറിലും പരിശോധിച്ചു. അങ്ങനെ കൊടുക്കുന്ന ബ്രെഡ് അല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഒരു പീസ് ബ്രെഡ് പോലും ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളത്തെ അപഹസിപ്പിക്കാനല്ലേ? മന്ത്രി കെ രാജൻ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുകയാണ്. ദുരന്തത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചതിന് തലയ്ക്കു വില പറഞ്ഞ് 75,000 രൂപ വാങ്ങിയില്ലേ എന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിച്ചില്ലേ? അച്ചു നിരത്തിയില്ലേ? ശീതീകരിച്ച ചർച്ചാമുറികളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു വെച്ചത്? എന്തിനാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ക്ഷമാപണം നടത്തിയത്? മന്ത്രി കെ രാജന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്? നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത?
പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായി. എത്ര വേദനാജനകമാണത്. ഏഷ്യാനെറ്റും മീഡിയ വണ്ണും റിപ്പോർട്ടറുമൊക്കെ ഓവർ ടൈം പണിയെടുത്തതല്ലേ? സർക്കാർ വിരുദ്ധതയുടെ പേരിലോ ഇടതു വിരുദ്ധതയുടെ പേരിലോ പടച്ചു വെച്ച പ്രൊപ്പഗണ്ട പപ്പടം പൊടിക്കുന്ന പോലെയാണ് മന്ത്രി പൊടിച്ചു കളഞ്ഞത്. 12-ാം മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയോടെ 20-ാം മിനിറ്റിൽ കിറുകൃത്യമായ മറുപടി. ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമെന്ന മനോഹരമായ വാചകം മന്ത്രിയുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്നു. എത്ര ഭീതി പരത്താൻ ശ്രമിച്ചാലും ഏറ്റവും ഉറപ്പായ 5 വർഷക്കാലത്തെ ഡിഫക്ട് ലൈബിലിറ്റി ഉള്ള 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള വീട് പണിതു കൊടുക്കാം എന്ന കരാറ് ബന്ധപ്പെട്ടവർ നടപ്പിലാക്കിയേ മതിയാകൂ. കരാറുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ അവർ നടപ്പിലാക്കിയേ മതിയാകൂ. ഒരാൾക്കും ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. എങ്ങനെയാണോ നമ്മൾ നിശ്ചയിച്ചത് അത്ര മനോഹരമായി. ചിലരൊക്കെ മേടിച്ച സ്ഥലം പണി ആരംഭിക്കുന്നതിനും നിർമ്മാണത്തിന്റെ പില്ലർ അടിക്കുന്നതിനും പ്ലാൻ പാസ്സാക്കുന്നതിനും മുമ്പ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കിടക്കല്ലേ ആദ്യത്തെ ദിവസം മുതൽ. അതിനെക്കുറിച്ച് ഇന്നൊരു ചാനൽ ഒരു സംശയം രേഖപ്പെടുത്തിയായി ഞാൻ കണ്ടു. കുറച്ച് ശരിയുണ്ടാകാം, ഇങ്ങനെ തുറന്നിട്ടാൽ ആളുകൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ. പക്ഷേ ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്. ഇനി പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങളുടെ കണ്ണുകളിൽ നനവ് പടർത്തുന്നില്ലെങ്കിൽ നിങ്ങളിലെ മനുഷ്യനെ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹൃദയം കൊണ്ട് കേൾക്കേണ്ട വാക്കുകൾ. ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 2-ാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. മന്ത്രി മറുപടി പറഞ്ഞു, കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പക്ഷേ അപ്പോഴും താൻ പിടിച്ച മുയലല്ലേ, അതിന് ഉറപ്പായും കൊമ്പ് കാണുമെന്ന് സ്ഥാപിക്കാൻ മാധ്യമപ്രവർത്തകർ ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുഖ്യധാരാ മാധ്യമം എന്നൊരു സാധനം കയ്യിലുണ്ടേൽ ആരെയും വീഴിക്കാമെന്ന ഹുങ്ക് ഇവരുടെയൊക്കെ മനസ്സിനെ ഹുക്കഴിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിവാദങ്ങളുടെ മുകളിൽ ആണിയടിച്ച് അതിനി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞെന്ന് മന്ത്രി കെ രാജൻ കരുതേണ്ടതില്ല എന്ന് അദ്ദേഹത്തോട് തന്നെ ഏറെ ബഹുമാനത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന വർഗപരം എന്നൊരു സംഗതിയില്ലേ, അത് ഈ കൂട്ടരുടെ കീശയിൽ കയറുന്ന ഒന്നല്ല. അതേസമയം ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ കണ്ണിന് ഒട്ടുമേ കാഴ്ചയില്ലാത്തൊരാൾ കറുത്ത പൂച്ചയെ കണ്ടെത്താൻ നടത്തുന്ന ശ്രമം പോലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസ് നേതാക്കൾ അതികഠിനമായ ശ്രമങ്ങൾ നടത്തുന്നതിനാൽ താങ്കളെ വേണ്ട വിധം അപമാനിക്കാൻ അവർക്ക് അവസരം ലഭിച്ചില്ല എന്ന കാര്യം കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണ് ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം പഠിക്കാൻ അതത് എഡിറ്റർമാരോട് റിപ്പോർട്ടർമാർ ചോദിക്കുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കാൻ കഴിയും വിധം മാധ്യമപ്രവർത്തകർ വളരുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ന്യൂസ് ലാബ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.